गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പരാം. അദ്വൈത ദീപികയിൽ 16 ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു. ഒടുവിലത്തെ 3 ശ്ലോകങ്ങളാണ് ബാക്കിയുള്ളത്. നോക്കൂ. പേരായിരം പ്രതിഭയായിരമിങ്ങിവറ്റിലാരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം ഓരായികിൽ നേരിതു കിനാവുണരും വരയ്ക്കും നേരാമുണർന്നളവുണർന്നവനാമശേഷം നേരല്ല ദൃശ്യമിതു ദൃക്കിനെ നീക്കി നോക്കിൽ വേറല്ല വിശ്വമറിവാം മരുവിൽ പ്രവാഹം കാര്യത്തിൽ നിൽപ്പതിഹ കാരണ സത്തയന്യേ വേറല്ല വീശിയിലിരിപ്പതു വാരിയത്രേ വാസസ്സു തന്തുവിതു പഞ്ഞയിതാതിമൂലഭൂതപ്രഘാതമിതുമോർക്കുകിലിപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു ബാധസ്സു പോലെ പരമാവധി ബോധമത്രേ. വൃത്തിസ്ഥമാമറിവിൽ വിശ്വവുമില്ല, അതിൻ്റെ വിത്താമവിദ്യയതുമില്ല. വിളക്കു വന്നാൽ അദ്ദിക്കിലെങ്ങും ഇരുളില്ലുടനങ്ങു വർത്തി വിട്ടാൽ വിളക്കു പൊലിയുന്നിരുളും വരുന്നു. ആരായികിലീയുലകമില്ലിത വിദ്യ തത്വമോരാതവർക്കിതുലകായി വിലസും ഭ്രമത്താൽ ആരാൽ വിളക്കരികിലില്ല പിശാചിതന്ധകാരം ഭയന്നവനിരുട്ടു പിശാചുപോലെ ഉണ്ടില്ല എന്നു മുറമാറിയ സത്തസത്തു രണ്ടും പ്രതീതമിതനാദിതമസ്വഭാവം രണ്ടും തിരഞ്ഞിടുകിലില്ല അസത്തുരജ്ജു ഖണ്ഡത്തിലുല്ലുരകമുള്ളതു രജ്ജു മാത്രം. അസ്ത്യസ്തി എന്നു സകലോപരി നിൽപ്പതൊന്നേ സത്യം സമസ്തവും അനിത്യമസിത്യമാകും. മൃത്തിൻ വികാരമിതസത്യമിതിങ്കലൊക്കെ വർത്തിപ്പതോർക്കിലൊരു മൃത്തിതു സത്യമത്രേ. അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും വിലസുന്നു മൂന്നും. രജ്ജുസ്വരൂപമഹിയോടും ഇതന്തയാർന്നു നിൽക്കുന്നതിന്നിഹ നിദർശനമാമിതോർത്താൽ വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു സർവമസ്വസ്ഥ ദിക്കിൻ ഭ്രമം വിടുകിലും പുനരിങ്ങിവൻ്റെ ദൃക്കിന്നു ദിക്കു പുനരിങ്ങനെ തന്നെ കാണാം. സത്യത്തിലില്ലയുലകം സകലം വിവേകവിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൽ നിസ്തർക്കമായി മരുവിലില്ലിഹ നീരമെന്നു സിദ്ധിക്കിലും വിലസിടുന്നിതു മുൻപ്രകാരം. ജ്ഞാനിക്കു സത്തുലകു ചിത്തു സുഖസ്വരൂപമാനന്ദമല്ല അനൃതമജ്ഞനിതപ്രകാശം കാണുന്നവന്നു സുഖമസ്ഥിതയാർന്ന ഭാനുമാനന അർക്കനന്ദനിരുളാർന്നൊരു ശൂന്യവസ്തു വിത്തൊന്നു താൻ വിവിധമായി വിലസുന്നിതിങ്കലർത്ഥന്തരം ചെറുതുമില്ല വിശേഷമായി. രജ്ജുസ്വരൂപമറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിതു രജ്ജുവിൽ നിന്നു വേറോ ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല വിശേഷമത്രേ. വേറാകുമീ അവയവങ്ങളുമേവമങ്ങോട്ടാരായികിലില്ല അഖിലവും നിജബോധമാത്രം. നൂലാട തന്നിലുദകം നുര തന്നിലേവം ഹാലോകമാകെ മറയുന്നൊരവിദ്യയാലേ ആലോചന വിഷയമായിതു തൻ്റെ കാര്യജാലത്തൊടും മറകിലുണ്ടറിവൊന്നു മാത്രം. ആനന്ദമസ്തി അതു ഭാതി അതൊന്നു തന്നെ താനന്യമോർക്കിലതു നാസ്തിന ഭാതി സർവം
കാനൽ ജലം ഗഗന നീലമസത്യമഭ്രസൂനം നിനക്കിൽ ഗഗനം പരമാർത്ഥമാകും. ആത്മാവിലില്ലയൊരഹങ്കൃതി യോഗി പോലെ താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു. യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ചു വിഹരിച്ചിടുമിങ്ങു യോഗി. ഇവിടെ 16ാമത്തെ ശ്ലോകം നമ്മൾ ശ്രദ്ധിച്ചു. തൻ്റെ സ്വരൂപം എന്തെന്ന വിചാരം ആത്മാവിൻ്റെ സച്ചിദാനന്ദ ഭാവത്തെ ബോധിപ്പിച്ചു. എന്നാൽ ഈ 16ാം ശ്ലോകം എത്തുമ്പോഴത്തേക്ക് ആത്മാവിനില്ല ഒരഹങ്കൃതി, യോഗി പോലെ താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു എന്ന് പറയുമ്പോൾ മായയാൽ വിവിധമായി വിഹരിക്കുന്നത് ഇതേ ആത്മാവ് തന്നെ എന്ന് പറയുമ്പോൾ ജീവേശ്വര ഐക്യം അഥവാ ആത്മബ്രഹ്മൈക്യമാകുന്ന വേദാന്ത സാരം അവിടെ ഉദ്ബോധിപ്പിച്ചു. കാരണം ഇതുവരെ പറഞ്ഞ ആത്മാവ് സച്ചിദാനന്ദമായി തൻ്റെ സ്വരൂപമായ ആത്മാവാണ്. എന്നാൽ കായവ്യൂഹം ധരിച്ച് നിന്ന നിലയിൽ നിന്നിളകാതെ യോഗി പലതായി കാണപ്പെടുന്ന ദൃഷ്ടാന്തം പറയുമ്പോൾ അത് പരമാത്മാവിനെ സംബന്ധിച്ചാണ്, ബ്രഹ്മത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ അത് ചേർത്ത് പറഞ്ഞതുകൊണ്ട് ആത്മബ്രഹ്മൈക്യമാകുന്ന അല്ലെങ്കിൽ ജീവേശ്വര ഐക്യമാകുന്ന വേദാന്ത സാരം അവിടെ ഉപദേശിക്കപ്പെട്ടതാകുന്നുണ്ട്. കാരണം നിന്ന നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ച് യോഗി എന്ന പോലെ ഈ സമസ്ത പ്രപഞ്ചവുമായി കാണപ്പെടുന്നു എന്നുള്ളത് പരമാത്മാവിനെ സംബന്ധിച്ച് ശരിയാവും. അപ്പോൾ ആത്മപ്രതിപാദകമായ സ്ഥലത്ത് ബ്രഹ്മപ്രതിപാദകമായത് പറയുന്നത് കൊണ്ട് ആത്മബ്രഹ്മൈക്യം അവിടെ സാധിക്കുന്നു. നല്ലപോലെ വിചാരം ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. തുടർന്ന് അജ്ഞാന സംശയ വിപര്യയമാത്മതത്വജിജ്ഞാസുവിന്നു ദൃഢബോധനിതില്ലതെല്ലും സർപ്പപ്രതീതി ഭണിയോ കയറോ ഇതെന്ന തർക്കം ഭ്രമം കയറു കാൺകിലതില്ലതെല്ലും. അജ്ഞാന സംശയ വിപര്യയമാത്മതത്വജിജ്ഞാസുവിന്നു ദൃഢബോധനതി ഇതില്ലതെല്ലും. സർപ്പപ്രതീതി ഭണിയോ കയറോ ഇതെന്ന തർക്കം ഭ്രമം കയറു കാൺകിലതില്ലതെല്ലും. ഇവിടെ അജ്ഞാനം, സംശയം, വിപര്യം. അജ്ഞാനം അറിയായിക, എന്താണ് സ്വരൂപമെന്ന അറിയായിക. രണ്ടാമത്തത് സംശയം. സംശയം എന്ന് പറഞ്ഞാൽ അതാണോ ഇതാണോ എന്നുള്ള ശങ്ക. മൂന്നാമത് പറയുന്നത് വിപര്യമാണ്. വിപര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് അതല്ലാത്തത് ആണെന്ന് ഉറപ്പിക്കുന്നത്. അപ്പോൾ അജ്ഞാനം അതാണോ ഇതാണോ എന്ന സംശയം, ആ സ്വരൂപത്തെ അറിയായിക, അതാണ് അജ്ഞാനം. അതിൽ നിന്ന് സംശയം, അതാണോ ഇതാണോ എന്താണ് എന്നുള്ള സംശയം. അതെന്തുകൊണ്ട് വന്നു? പദാർത്ഥബോധമില്ലാത്തത് കൊണ്ട് വന്നു. അടുത്ത ഘട്ടത്തിൽ വിപര്യം, വിപരീത ജ്ഞാനം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനകം പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ദൃഷ്ടാന്തമെടുത്താൽ മന്ദപ്രകാശത്തിൽ കയറ് സർപ്പമായി കാണപ്പെട്ട ദൃഷ്ടാന്തം നമ്മൾ എടുക്കുക. അവിടെ ഇത് കയറാണ് എന്ന ജ്ഞാനമില്ലായ്മ, അതാണ് അജ്ഞാനം. ഈ ജ്ഞാനമില്ലായ്മയിൽ നിന്ന് ഇതെന്താണ് എന്ന സംശയം, അതിൽ നിന്ന് വിപരീത ജ്ഞാനം. എന്താ വിപരീത ജ്ഞാനം? ഇത് പാമ്പാണ് എന്നത് വിപരീത ജ്ഞാനം. അപ്പം ഇത് പാമ്പാണ് എന്ന അനുഭവദശയിൽ സംശയമൊന്നുമില്ല, പാമ്പ് തന്നെയാണ്.
ഇത് പാമ്പാണ് എന്ന വിപരീത ജ്ഞാനദശയിൽ ഒരു സംശയവുമില്ല. അത് പാമ്പാണ്. എന്നാ പാമ്പാണോ? അല്ല, അത് പാമ്പായിട്ടില്ല, ഒരിക്കലും ആവുകയില്ല. അത് കയറ് മാത്രമാണ്. അപ്പോൾ കയറിൻ്റെ സ്വരൂപം അറിയായിക അജ്ഞാനം. 2, ഇതെന്ത് എന്നുള്ള സംശയം. 3, ഇത് പാമ്പാണ് എന്ന വിപര്യം. ഇതിന് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ അവിദ്യയുടെ ആവരണം, വിക്ഷേപം എന്നിവയെക്കുറിച്ച് പറയുകയുണ്ടായി. അവിദ്യയുടെ പ്രവർത്തനം ആവരണശക്തി, വിക്ഷേപശക്തി എന്നീ 2ലൂടെയാണ്. വസ്തുസ്വരൂപം ആവൃതമാകുന്നു. 2, അത് മറ്റൊന്നായി അറിയപ്പെടുന്നു, കാണപ്പെടുന്നു. അത് വിക്ഷേപം. ഈ ആവരണ വിക്ഷേപങ്ങളെ കൊണ്ടാണ് പദാർത്ഥജ്ഞാനം ഇല്ലാതാവുക മാത്രമല്ല, അന്യവസ്തു ആരോപം വരികയും ചെയ്യുന്നു. അധിഷ്ഠാന സത്യത്തെ അറിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അതല്ലാത്ത ജ്ഞാനം അതിൽ വന്നു ചേരുന്നു. ഈ അവസ്ഥകളെയാണ് പറയുന്നത് അജ്ഞാന സംശയ വിപര്യം. അജ്ഞാന സംശയ വിപര്യങ്ങൾ, അജ്ഞാനവും സംശയവും വിപര്യവും, ഇത് ആത്മതത്വജിജ്ഞാസുവിന്, തത്വജിജ്ഞാസുവിന് ഇതൊക്കെ ഉണ്ടാവും. ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ ജ്ഞാതും ഇച്ഛുഹു, അറിയാൻ ഇച്ഛിക്കുന്നവനാണ് ജിജ്ഞാസു. അറിയണമെന്ന ഇച്ഛയോടുകൂടി അറിയാൻ പ്രവർത്തിക്കുന്നവൻ. അറിഞ്ഞിട്ടില്ല. അപ്പം ആ ദശയിൽ, അറിയാത്ത ദശയിൽ സംശയം വരാം, അജ്ഞാനമുണ്ട്, സംശയമുണ്ടാവാം, വിപരീത ജ്ഞാനവും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇതൊന്നും ദോഷമാണെന്ന് പറയരുത്. ഒരു സംശയമില്ലാത്തവൻ തത്വജ്ഞാനത്തിന് പ്രവർത്തിക്കില്ലല്ലോ. സംശയം ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം സംശയാലുവാണ് പ്രവർത്തിക്കുന്നത്. എന്തിനാ? തത്വജ്ഞാനത്തിന് പ്രവർത്തിക്കുന്നത്. അയാളാണ് ജിജ്ഞാസുവാകുന്നത്. അപ്പം ജിജ്ഞാസുവിനെ സംബന്ധിച്ച് അജ്ഞാനദശ ഉണ്ടാവാം, സംശയദശ ഉണ്ടാവാം, വിപര്യദശ ഉണ്ടാവാം. അതുകൊണ്ട് ഇത് മൂന്നും ജിജ്ഞാസുവിനാണ്. ദൃഢബോധൻ ഇതില്ലതെല്ലും. ദൃഢബോധൻ എന്ന് പറഞ്ഞാൽ ദൃഢമായി ബോധം ഉറച്ചവൻ, ഞാൻ ആത്മാവാകുന്നു എന്ന ബോധമുറച്ചവൻ. ഇനി ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ ഇത് കയറാണ് എന്ന് ബോധമുറച്ചവൻ. ഇത് കയറാണ് എന്ന് ബോധമുറച്ചവന് ഇതെന്താണെന്നുള്ള സംശയം ഉണ്ടാവില്ല. ഇത് പാമ്പാണെന്ന വിപര്യം ഉണ്ടാവില്ല. ദൃഢബോധമാണ്. അതാണ് പറഞ്ഞത് ദൃഢബോധൻ ഇതില്ല തെല്ലും. അല്പം ഉണ്ടാവില്ല. കുറച്ചൊക്കെ ഉണ്ടായിക്കൂടെ? ഇതൊരു 3/4 ഭാഗം കയറും, ഒരു 1/4 ഭാഗം പാമ്പുമാണെന്ന് വിചാരിച്ചൂടെ? അത് വിചാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും ഇല്ല. ഇനി അയാൾ എന്തെങ്കിലും കാരണവശാൽ തനിക്ക് ഭ്രാന്തി ഉള്ളതുപോലെ അഭിനയിച്ചാലും, അങ്ങനെ അഭിനയിച്ചുകൂടാന്നില്ല. കുട്ടികളെ കളിപ്പിക്കുമ്പോഴോ മറ്റൊരാളെ പേടിപ്പിക്കാനോ തമാശയാക്കാനോ ഒക്കെ അയാളത് ഒരു 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 തനിക്ക് കയറാണെന്ന് അറിയുന്നതിനെ തന്നെ ഇത് പാമ്പാണോ എന്നുള്ള ഒരു നിലയ്ക്ക് അഭിനയിച്ചു എന്ന് വരാം. മറ്റൊരാളെ ഭയപ്പെടുത്താൻ അത് പാമ്പാണെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു എന്ന് വരാം. പക്ഷെ അപ്പോഴും അയാൾക്കെന്തറിയാം? ഇത് കയറാണെന്നറിയാം. അതുകൊണ്ട് ദൃഢബോധന് തെല്ലും ഈ ഒരു അജ്ഞാന സംശയ വിപര്യങ്ങളില്ല. സർപ്പപ്രതീതി ഭണിയോ കയറോ ഇതെന്ന തർക്കം, ആ ഭ്രമം കയറു കാൺകിലതില്ലതെല്ലും. ഇത് ഭണിയാണോ കയറാണോ? ഭണി ഭണത്തോടു കൂടിയത് പാമ്പ്, നല്ല മൂർഖം പാമ്പ്, അതാണ് ഭണി. ഭണി എന്നുള്ളതിന് സാമാന്യം പാമ്പെന്ന് അർത്ഥം എടുത്താൽ മതി. എങ്കിലും ഭണി എന്ന് പറയുമ്പം ഭണത്തോടൊത്ത പാമ്പാണ്. എല്ലാ പാമ്പും ഭണിയല്ല. നല്ല രാജവെമ്പാല, മൂർഖൻ അതൊക്കെയാണ് നല്ല വിഷപ്പാമ്പ്. അപ്പം ഇത് ഭണിയാണോ അല്ല കയറോ എന്ന തർക്കം ഭ്രമം.
ഈ തർക്കവും ഭ്രമവും എന്താണ്? കയറു കാൺകിലതില്ലതെല്ലും. ഇത് കയറാണ് എന്ന് കാൺകിൽ, കണ്ടാൽ. എങ്ങനെ കണ്ടാൽ? സങ്കല്പത്തിൽ കണ്ടാൽ പോരാ, പ്രമാണത്തിലൂടെ അറിയണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. പ്രമാണജനിതമായ ജ്ഞാനം വേണം. അപ്പോൾ പ്രമാണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ പ്രത്യക്ഷമാണ് പ്രമാണം. കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതാണ് ഇവിടെ പ്രമാണം. അതുപോലെ ചെവി കൊണ്ട് കേൾക്കുക, മൂക്ക് കൊണ്ട് മണക്കുക, നാക്ക് കൊണ്ട് രുചിക്കുക, ത്വക്ക് കൊണ്ട് സ്പർശിക്കുക, ഇതൊക്കെ പ്രത്യക്ഷ ജ്ഞാനമാണ്. അതായത് ഇന്ദ്രിയത്തിലൂടെ നേരിട്ടുണ്ടാകുന്ന അറിവ്. എല്ലാ സ്ഥലത്തും പ്രത്യക്ഷം പ്രയോഗപ്പെടില്ല. അപ്പോൾ പ്രത്യക്ഷം പ്രവർത്തിക്കാത്തടത്ത് നമ്മൾ അനുമാനത്തെ പ്രവർത്തിപ്പിക്കും, അനുമാനിച്ച് മനസ്സിലാക്കും. അനുമാനത്തിന് തന്നെ കുറേ ഉൾപ്പിരിവുകളുണ്ട്. അതാണ് ഉപമാനവും അർത്ഥാപത്തിയും അനുപലബ്ധിയുമൊക്കെ. ഇപ്പം പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും അറിയാൻ കഴിയാത്തതിന് നമ്മൾ വേദപ്രമാണം കൊണ്ട് അല്ലെങ്കിൽ ശ്രുതി പ്രമാണം കൊണ്ട് അറിയും. അതാണ് ശ്രുതിയാണ് പരമപ്രമാണം. നമ്മൾ ശ്രുതിയെ പരമപ്രമാണമായി മാനിക്കുന്നു. അത് ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ സനാതനധർമ്മിയുടെ ഒരടിസ്ഥാന ലക്ഷണം. എന്താണെന്ന് ചോദിച്ചാൽ ശ്രുതിയെ പരമപ്രമാണമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. എവിടെയെങ്കിലും ആശ്രയം വേണ്ടേ? എവിടെയെങ്കിലും ആശ്രയം വേണം. അപ്പോൾ ഒരിക്കലും പതറേണ്ടതില്ലാത്ത, ഒരിക്കലും പിന്തിരിയേണ്ടതില്ലാത്ത ഒരാശ്രയം അത് ശ്രുതി മാത്രമാണ്, വേദം മാത്രമാണ്. ഇങ്ങനെ ഉചിതമായ പ്രമാണത്തെ കൊണ്ട് മനസ്സിലാക്കുന്നതായിരിക്കണം. അതാണ് യഥാർത്ഥമായ ജ്ഞാനം. അപ്പോൾ ഈ യഥാർത്ഥമായ ജ്ഞാനം പ്രമാണത്തിലൂടെ ഉണ്ടായി. എങ്ങനെ? വിളക്ക് കൊണ്ടുവന്നു, നോക്കിയപ്പോൾ കയറാണ്. അങ്ങനെ ഇത് കയറാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് കയറാണോ അല്ല പാമ്പാണോ എന്നുള്ള ഭ്രമം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. തെല്ലും ഉണ്ടാവില്ല. അതാണ്, തെല്ലും ഉണ്ടാവില്ല. സർപ്പപ്രതീതി ഭണിയോ കയറോ ഇതെന്ന തർക്കം ഭ്രമം കയറു കാൺകിലതില്ല തെല്ലും. ഇത് പറഞ്ഞു തന്നെ പറഞ്ഞ് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. ഈ നമ്മൾ ഈ തൂണനിഖനന ന്യായം എന്ന് പറയും. ഈ തൂണ് കുഴിച്ചിടുന്ന സമയത്ത് മരത്തിൻ്റെ അഗ്രഭാഗം നല്ലോണം മൂർച്ചയാക്കി ഒരു കുഴി കുഴിച്ച് ആ കുഴിയിലാവുന്ന ശക്തിയിൽ കുത്തിയിറക്കും. അതിന് വെള്ളമൊക്കെ ഒഴിച്ച് ചളിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെ അത് ഉറച്ചു കഴിഞ്ഞാൽ ഇളക്കിയെടുക്കും. പിന്നെ എന്തിനാണ് എടുക്കണത്? അടുത്ത ശക്തിയിൽ വീണ്ടും കുത്തും. അങ്ങനെ 3-4 പ്രാവശ്യം കുത്തുമ്പോൾ അത് ഉറയ്ക്കും. പിന്നെ മണ്ണിട്ടിട്ട് അത് ഉറപ്പിച്ചു. ഇതുപോലെ തന്നെയാണ് വേദാന്ത അധ്യയനത്തിൽ. ശാസ്ത്രം ഗുരുനാഥന്മാർ പറഞ്ഞതിനെ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് വേദാന്ത ശാസ്ത്രത്തിൽ ആവർത്തനം ദോഷമല്ല, ഭൂഷണമാണ്. അത് ശ്രദ്ധിക്കണം. സാഹിത്യത്തിലൊക്കെ ആവർത്തനം ദോഷമാണ്, വേദാന്ത ശാസ്ത്രത്തിൽ ഭൂഷണമാണ്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇത് പറഞ്ഞു തന്നെ പറഞ്ഞിട്ട് ഉറപ്പിക്കുക. എന്താണ്? അജ്ഞാന സംശയ വിപര്യയമാത്മതത്വ ജിജ്ഞാസു പിന്നു ദൃഢബോധനിതില്ല തെല്ലും സർപ്പപ്രതീതി ഭണിയോ കയറോ ഇതെന്ന തർക്കം ഭ്രമം കയറു കാൺകിലതില്ല തെല്ലും. വ്യക്തമാണല്ലോ അല്ലേ? നോക്കൂ. മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി മുന്നിൽ നിന്നീടുമാവരണമാം തിര നീക്കിടുന്നു. പിന്നീടു കാണുമറിവും പ്രഭതൻ്റെ പിൻപോയി കണ്ണെന്ന പോലറിവ് കാണുകയില്ല താനേ.
മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി മുന്നിൽ നിന്നിടുമാവരണമാം തിര നീക്കിടുന്നു. പിന്നീടു കാണും അറിവും പ്രഭതന്റെ പിൻപോയി കണ്ണെന്ന പോലറിവു കാണുകയില്ല താനേ. ഇവിടെ നമ്മൾ വിഷയജ്ഞാന പ്രക്രിയ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ശ്ലോകം പഠിക്കാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഞാനൊരു വിഷയത്തെ അറിയുന്നു, ഈ പുസ്തകത്തെ ഞാൻ കാണുന്നു, അല്ലെങ്കിൽ ഈ മൈക്രോഫോൺ ഞാൻ കാണുന്നു, അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊരു സെക്കൻഡിൻ്റെ 10,000-ലൊരംശം സമയം കൊണ്ട് സാധിക്കുന്ന പ്രക്രിയയാണ്. ഒരു സെക്കൻഡിൻ്റെ 1000-ലൊരംശം കൊണ്ട് സാധിക്കുന്ന പ്രക്രിയയാണത്. പക്ഷേ അതിനെ അപഗ്രഥിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ അറിവുണ്ടായത് എന്നുള്ളതിനെ വിവിധ ശാസ്ത്രങ്ങളിൽ വിവിധ പ്രകാരം അപഗ്രഥിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഭൗതികമായ ശാസ്ത്ര രീതിയിൽ എങ്ങനെയൊക്കെയാണ് പറയുക, നമ്മൾ സാധാരണ 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിലൊക്കെ ചിത്രം വരച്ച് പഠിക്കുന്നുണ്ട്, കാണുന്നതൊക്കെ. അത് ആ വിഷയത്തിലുള്ളതായ പ്രകാശം വന്ന് കണ്ണ് പതിച്ച് അത് ലെൻസ് വഴി തലകീഴാക്കപ്പെട്ട് ഇപ്പോഴത്തെ റെറ്റിനയിൽ സ്ക്രീനിൽ പതിച്ച് ആ സ്ക്രീനിൽ പതിച്ചതിനെ അനേക ലക്ഷം നാഡികൾ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോയി അതിനെ ക്രമീകരിച്ച് തിരിച്ച് മനസ്സിലാക്കുകയാണ് മസ്തിഷ്കത്തിൽ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ മസ്തിഷ്കം എന്നുള്ളതൊരു ഉപാധി മാത്രമാണ്. അതിസങ്കീർണമായ പ്രക്രിയയിലൂടെയാണ് അറിയുക എന്നുള്ളത്. അതിസങ്കീർണമായ പ്രക്രിയയാണ്. ഈ പ്രക്രിയയെ വേദാന്തശാസ്ത്രം ഉപദേശിക്കുന്നത് വൃത്തിവ്യാപ്തി എന്നും ഫലവ്യാപ്തി എന്നും രണ്ട് പ്രക്രിയകൾ ഒന്നിച്ച് സംഭവിച്ചിട്ടാണ് വിഷയജ്ഞാനമുണ്ടാകുന്നത്. അവിടെ വേദാന്തം പറയുന്നത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് കുറച്ചൊരു വിഷമമുണ്ടാവും. കാരണം അവിടെ വിഷയഗതമായ ചൈതന്യം കണ്ണിലേക്ക് എത്തുന്നു എന്നുള്ളതിനെ ഞാനാകുന്ന ചിതാഭാസൻ കണ്ണിലൂടെ പോയിട്ട് അതിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയും. അത് സ്ഥൂലമായി നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുള്ളതാണ്. ഞാനാകുന്ന ചിതാഭാസൻ പോയി ആ വസ്തുവെ പ്രകാശിപ്പിക്കുന്നു. അപ്പം ഇവിടെ എന്തൊക്കെ നടന്നു? ആ വസ്തുവിൻ്റെ ആകാരത എൻ്റെ അന്ധഃകരണത്തിൽ പതിഞ്ഞു. അപ്പോൾ അന്ധഃകരണത്തിൽ വിഷയാകാര പരിണാമമുണ്ടായി. ഇങ്ങനെ അന്ധഃകരണത്തിൽ വിഷയാകാര പരിണാമമുണ്ടാകുന്നത് വൃത്തിവ്യാപ്തിയാണ്. ആ ഉണ്ടായ അന്ധഃകരണത്തിലുണ്ടായ വിഷയാകാരത്തെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഈ രണ്ട് പ്രക്രിയ നടന്നപ്പോഴാണ് ഇത് മൈക്രോഫോൺ, അല്ലെങ്കിൽ ഇത് മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ഇത് പുസ്തകം എന്നറിയുന്നത്. അപ്പം ഇവിടെ ഞാനാകുന്ന ചിതാഭാസൻ പോണം. ചിതാഭാസൻ എന്ന് പറഞ്ഞാൽ ചിത്തത്തിലുള്ള ചിത്തിൻ്റെ ആഭാസം, പ്രതിബിംബം. അതാണ് ചിതാഭാസം. ചിതാഭാസനാണ് ജീവൻ. ഞാൻ 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 എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ചിതാഭാസനെയാണ് അർത്ഥമാക്കുന്നത്. എന്താണ് ചിതാഭാസൻ്റെ പാരമാർത്ഥിക സ്വരൂപം എന്ന് അന്വേഷിക്കുമ്പോൾ അത് കേവലം ചിത് സ്വരൂപമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു വിഷയത്തെ ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ ഞാനാകുന്ന ചൈതന്യ സ്വരൂപൻ, ഇവിടെ ചിതാഭാസൻ പോയിട്ട് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ആ പ്രകാശിപ്പിക്കുന്നത് പുറമേയുള്ള വിഷയത്തെയാണോ അകത്തുള്ള വിഷയത്തെയാണോ എന്ന് ചോദിച്ചാൽ പുറത്തേയുള്ള വിഷയത്തിൻ്റെ അപേക്ഷയിലാണല്ലോ അകത്തുള്ളത് ഉണ്ടായത്.
അകത്തുള്ളത് ഉണ്ടാവണമെങ്കിൽ അവൻ പുറത്ത് പ്രകാശിപ്പിച്ചു, അകത്ത് പ്രകാശിപ്പിച്ചു എന്നുള്ള വ്യത്യാസം വേണ്ടല്ലോ. വിഷയത്തെ പ്രകാശിപ്പിക്കണമല്ലോ, വിഷയത്തെ പ്രകാശിപ്പിക്കണമല്ലോ. അപ്പോൾ ഈ വിഷയത്തെ ആര് പ്രകാശിപ്പിച്ചു? ഞാൻ പ്രകാശിപ്പിച്ചു. അപ്പം ഞാനാകുന്ന ചിതാഭാസൻ വിഷയം പ്രതി മുന്നിൽ നിന്നീടും ആവരണമാം തിര നീക്കിയിടുന്നു. ആ വിഷയസംബന്ധിയായുള്ള ആവരണമാം തിര. തിര എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്, കടലിലത്തെ തിരയല്ല. ആ തിരയല്ല ഈ തിര. പിന്നെ ഈ തിര ഏതാ? തിരശീല എന്നൊക്കെ പറയാറുണ്ട്. തിരശീല, തിരശീല എന്ന് പറഞ്ഞാൽ എന്താണ്? മറയ്ക്കുന്ന ശീലയാണ്, അല്ലാണ്ട് സിനിമാ ഹാളത്തെ ശീലയല്ല. കഥകളിയിലായാലും കൂടിയാട്ടത്തിലായാലും കൃഷ്ണനാട്ടത്തിലായാലും ഒക്കെ നമ്മൾ തിരശീല ഉപയോഗിക്കുന്നുണ്ട്. അതിലാണ് തിരശീല ഉപയോഗിക്കുന്നത്. ആ തിരശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അവിടെ മറ്റ് വന്ദനങ്ങളും ചില പ്രാഥമികങ്ങളായ നടനങ്ങളും ചെയ്ത ശേഷമേ ആ ശീല അഴിക്കുന്നുള്ളൂ, നീക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ തിര എന്ന് പറയുമ്പോൾ മറയ്ക്കുന്നതാണ്. അപ്പോൾ ഒരു വിഷയജ്ഞാനത്തിന് തടസ്സമാകുന്നതായ തിര, ആവരണം. ഈ ആവരണത്തെ നീക്കുന്നു ആര്? ഞാൻ നീക്കി. അങ്ങനെ ആവരണത്തെ നീക്കുന്നതിന് എനിക്ക് ഇന്ദ്രിയ സഹായം വേണം, മനസ്സിൻ്റെ സഹായം വേണം, ബുദ്ധിയുടെ സഹായം വേണം, ഒക്കെ വേണം. പക്ഷെ ഞാനാണ് നീക്കുന്നത്, ഞാനാണ് അറിയുന്നത്. അത് ശ്രദ്ധിക്കുക. പിന്നീട് കാണും അറിവും പ്രഭതൻ്റെ പിൻപോയി. പിന്നീട് കാണും ആര്? അറിവും. എൻ്റെ സ്വരൂപം അറിവാണ്, അറിവാകുന്ന സ്വരൂപം. എൻ്റെ അറിവാകുന്ന സ്വരൂപം പിന്നീട് കാണും. എങ്ങനെയാണ് കാണുന്നത്? പ്രഭ തൻ്റെ പിൻപോയി. വിഷയജ്ഞാനത്തിൻ്റെ ആ വിഷയാകാരതയെ ഈ ഞാനാകുന്ന ചിതാഭാസൻ പോയി പ്രകാശിപ്പിക്കുന്നു. ഏതുപോലെ? കണ്ണെന്ന പോലെ. കണ്ണ് വിഷയത്തെ കാണുന്നു. ഇവിടെ കണ്ണ് വിഷയത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ കേവലം കണ്ണാകുന്ന മാംസപിണ്ഡത്തിന് കാണാൻ പറ്റുമോ? ഇല്ല. കണ്ണാകുന്ന മാംസപിണ്ഡത്തിന് കാണാൻ പറ്റില്ല. ആ കണ്ണാകുന്ന മാംസപിണ്ഡത്തെ ഞാനാകുന്ന ചിതാഭാസൻ പ്രകാശിപ്പിക്കുമ്പോഴാണ് കണ്ണ് കാണുക എന്നുള്ളത്, അല്ലാതെ ഇല്ല. അപ്പോൾ അറിവ് കാണുകയില്ല താനെ, താനേ കണ്ണ് കാണില്ല. ഈ അറിവ് പിന്നാലെ പോയിട്ട് പ്രകാശിപ്പിക്കുന്നു. ഇവിടെ അറിവ് എന്ന് പറയുമ്പോൾ തൻ്റെ സ്വരൂപമാണെന്ന് മനസ്സിലാക്കണം, അല്ലാതെ വേറൊരു അറിവിനെ അല്ല പറയണത്. അപ്പം ഞാൻ ആര് എന്ന അന്വേഷണത്തിൽ എൻ്റെ സ്വരൂപം സംവിത് സ്വരൂപമാണ്. എൻ്റെ സ്വരൂപം സംവിത് സ്വരൂപമാണ്. സംവിത് എന്ന് പറഞ്ഞാൽ സമ്യക് വേത്തി, നല്ലപോലെ അറിയുന്ന സ്വരൂപമാണ് എൻ്റെത്. ഈ ഞാനാകുന്ന സംവിത് സ്വരൂപമാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളിലും ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകളിലും അത്യന്തം വിലക്ഷണങ്ങളോ വിപരീതങ്ങളോ ആയ അനുഭവങ്ങളെ അറിയുന്നത് ഞാനാകുന്ന സംവിത് സ്വരൂപമാണ്. ഈ സംവിത് സ്വരൂപത്തിന് ഒരിക്കലും നാശമില്ല, ക്ഷയമില്ല. ഈ സംവിത്തിനെയാണ് മലയാളത്തിൽ അറിവ് എന്ന് പറഞ്ഞത്. അപ്പം അറിവ് എന്താണ്? പ്രഭതൻ്റെ പിൻപോയി കണ്ണെന്ന പോലെ അറിവ് കാണുകയില്ല താനേ. അത് താനേ കാണില്ല, ഉപാധി വേണം. ഉപാധി താനേ കാണില്ല, ഞാനാകുന്ന ചിതാഭാസൻ വേണം. ഞാനാകുന്ന ചിതാഭാസനാണ്, ഞാനാകുന്ന ജ്ഞാനസ്വരൂപനാണ് കാണുന്നത്. നോക്കൂ. അപ്പം മുന്നേ കടന്ന് വിഷയം പ്രതി വൃത്തി മുന്നിൽ നിന്നിടും ആവരണമാം തിര നീക്കിയിടുന്നു. വിഷയജ്ഞാനത്തിന് തടസ്സമായി നിൽക്കുന്ന തിരയെ, മറവിനെ ഈ ചിതാഭാസൻ നീക്കം ചെയ്യാണ്. എങ്ങനെയാണ് ആ പ്രക്രിയ? ആ പ്രക്രിയ വിഷയാകാരം അന്ധകരണത്തിൽ രൂപപ്പെടുകയും ആ വിഷയാകാരതയെ ഞാൻ പിന്നാലെ പോയി പ്രകാശിപ്പിക്കുകയുമാണ്.
ഞാൻ പിന്നാലെ പോയി പ്രകാശിപ്പിക്കുക. നോക്കൂ, മുന്നേ കടന്നു വിഷയം പ്രതി. വിഷയം പ്രതി എന്ന് പറഞ്ഞാൽ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം പ്രതി. അപ്പോൾ ഓരോന്നിലും അതത് കരണത്തെയും കരണവ്യാപാരത്തെയും മനസ്സിലാക്കണം. പൊതുവെ നമ്മൾ മനുഷ്യനെ സംബന്ധിച്ച് പൊതുവെ പ്രബലമായ വൃത്തിവിശേഷം കാണുക എന്നുള്ളതാണ്. അതല്ല ആദ്യം പറയേണ്ടത് ശബ്ദമാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നാണ് ക്രമം. പഞ്ചഭൂതങ്ങളുടെ ക്രമം പറയുമ്പോൾ ആകാശമാണ് ആദ്യം പറയപ്പെടേണ്ടത്. എങ്കിൽ തന്നെയും നമ്മുടെ സാമാന്യ ലോകാനുഭവത്തിൽ നമ്മുടെ ഭൂരിഭാഗം അറിവുകളും ഈ കാണുന്നതിലൂടെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് പൊതുവേ നമ്മുടെ വ്യവഹാരത്തിൽ നമ്മൾ അങ്ങനെയാണ് പറയാറും ഇല്ലേ? കേട്ടു നോക്കൂ എന്ന് പറയാറില്ലേ? ഇല്ല, രുചിച്ചു നോക്കൂ. അതെങ്ങനെയാണ് രുചിച്ചു നോക്കുക? മണത്ത് നോക്കൂ. മണത്ത് നോക്കാൻ പറ്റുമോ? മണക്കാനല്ലേ പറ്റൂ. അവിടെ നോക്കുക എന്നുള്ളത് വെറുതെയാണ്. മണക്കൂന്നേ പറയണ്ടു. നോക്കൂ, കേൾക്കൂ, രുചിക്കൂ, മണക്കൂ, സ്പർശിക്കൂ. പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെയൊക്കെ ഒരു നോക്കൂ ചേർക്കും. സ്പർശിച്ചു നോക്കൂ. എന്താ കാരണം? വൃത്തിജ്ഞാനങ്ങളിൽ നമ്മൾ അറിയുന്ന ലോകം പ്രായേണ ദൃശ്യപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതൊക്കെ ഒരു നോക്കുക എന്നുള്ളതുമായി നമ്മൾ ബന്ധിപ്പിക്കും. അങ്ങനെയാണത് വരുന്നത്. ആ പ്രയോഗത്തെ നമ്മൾ തള്ളിക്കളയണ്ട, അവിടെ ഇരിക്കട്ടെ, വിരോധമില്ല. പക്ഷേ അല്പം ചിന്തിച്ചാൽ മനസ്സിലാവും അതിൽ വലിയ അർത്ഥമില്ല എന്നുള്ളത്. കേട്ടു നോക്കുക, ഇങ്ങനെ കേട്ടു നോക്കുക, മണത്ത് നോക്കുക, മണക്കാനേ പറ്റും. അപ്പോൾ അവിടെയൊക്കെ അത് അന്വയിക്കുന്നത് എന്തുകൊണ്ട് വെച്ചാൽ ഈ ദൃശ്യപ്രധാനമാണ് നമ്മളുടെ ലോകം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ വിഷയം പ്രതി എന്നുള്ളത് കാണുക, കേൾക്കുക, രുചിക്കുക, മണക്കുക എല്ലാം അവിടെ എടുത്തോളണം. ആ വിഷയത്തിന് നേർക്ക് എന്തായി? ആ ശബ്ദം, ആ സ്പർശം, ആ രൂപം, ആ രസം, ആ ഗന്ധം അന്ധകരണത്തിൽ രൂപപ്പെട്ടു. ആ അന്ധകരണത്തിൽ രൂപപ്പെട്ട വിഷയാകാരതയെ മറയ്ക്കുന്ന ആവരണത്തെ നീക്കി. പിന്നീട് എന്താണ്? ഈ പിന്നീട് കാണും അറിവും പ്രഭതൻ്റെ പിൻപോയി കണ്ണെന്ന പോലറിവ് കാണുകയില്ല താനേ. കണ്ണെന്ന പോലെ കണ്ണ് താനേ കാണുന്നില്ല എന്ന പോലെ ഈ അറിവ് താനേ കാണുകയല്ല. ഈ പ്രക്രിയയിലൂടെയാണ് വിഷയജ്ഞാനം ഉണ്ടാകുന്നത്. ഇതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇത് എപ്രകാരം വിഷയജ്ഞാനത്തിന് അനിവാര്യമാണോ അപ്രകാരം ആത്മബോധത്തിനും വൃത്തി അനിവാര്യമാണ്. അത് നേരത്തെ പറഞ്ഞു, വൃത്തിസ്ഥമാം അറിവ് എന്ന പ്രയോഗം. വൃത്തിസ്ഥമാം അറിവ്, ഈ വൃത്തിയിലൂടെയാണ് അറിയുന്നത്. ഇതാണ് ജ്ഞാനപ്രക്രിയ. നോക്കൂ, മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി മുന്നിൽ നിന്നീടുമാവരണമാം തിര നീക്കിയിടുന്നു. പിന്നീടു കാണും അറിവും പ്രഭതൻ്റെ പിൻപോയി കണ്ണെന്ന പോലെ അറിവ് കാണുകയില്ല താനേ. നല്ല സൂക്ഷ്മമായി വിചാരം ചെയ്യണം. ഈ ശ്ലോകം, ഈ അവസാനത്തെ 2 ശ്ലോകവും വാസ്തവത്തിൽ കുറച്ച് വിഷമാണ് മനസ്സിലാക്കാൻ. അത്ര ലാഘവത്തോടു കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നല്ല വിചാരം ചെയ്ത് ഗ്രഹിക്കേണ്ടതാണ്. നോക്കൂ, അടുത്ത ശ്ലോകം കൂടി. കാണുന്നു കണ്ണിഹ തുറക്കിലടക്കിലന്ധൻ താനുള്ളിൽ മേവുമറിവിങ്ങു വരായികയാലേ. ജ്ഞാനം പുറത്തു തനിയേ വരികില്ല, കണ്ണു വേണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ. കാണുന്നു കണ്ണിഹ തുറക്കിലടക്കിലന്ധൻ താനുള്ളിൽ മേവുമറിവിങ്ങു വരായികയാലേ. ജ്ഞാനം പുറത്തു തനിയേ വരികില്ല, കണ്ണു വേണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ. കാണുന്നു കണ്ണിഹ തുറക്കിൽ. ഇതിപ്പോൾ കണ്ണിൻ്റെ ദൃഷ്ടാന്തം പറഞ്ഞതൊരു സുഖ. എന്തുകൊണ്ട്? ചെവീൻ്റെ ദൃഷ്ടാന്തം അങ്ങനെയാണ്ട് പറയാൻ പറ്റില്ല. ചെവിക്ക് അടയ്ക്കാനും തുറക്കാനുള്ളൊരു ജാലകമില്ല, അല്ലേ?
അതുപോലെ മൂക്കിന് ജാലകമുണ്ടോ? മൂക്ക് ഫിറ്റ് ചെയ്തപ്പോൾ അതിന് ഈ പോളയൊന്നും വെച്ചിട്ടില്ല, ജാലകമില്ല. ആ കൂടി ഇത് കണ്ണിനേ ഉള്ളൂ. കണ്ണിന് അങ്ങനെ ഒരു ജാലകം ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക്. കാരണം നമ്മുടെ നേരത്തെ പറഞ്ഞു, നമ്മൾ അറിയുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ അനുഭൂതമാകുന്ന ലോകത്തിൽ വലിയ ഭാഗവും കാണുന്നതാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വേണ്ടാന്ന് വയ്ക്കാൻ നമുക്ക് സാധിക്കും. അത് തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമുക്കുണ്ട്. കാണണം വെച്ചാൽ കാണാം, കാണണ്ട വെച്ചാൽ കാണണ്ട. അതൊരു നല്ല പരിപാടിയാണ് കേട്ടോ. അല്ല, ഇതുമായിട്ട് ബന്ധമില്ല, അല്ലാതെ പറയുകയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ കാണുന്നതിൽ കുറച്ചൊരു ഒരു 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 തരാതരം ആവാം, തരാതരം തിരഞ്ഞെടുപ്പാവാം, വേണോ വേണ്ടിയോ എന്ന് ആലോചിച്ചിട്ട്. ശരി, അപ്പോൾ കാണുന്നു കണ്ണ് ഇഹ തുറക്കിൽ, തുറന്നാൽ കണ്ണ് കാണുന്നു. അടക്കിലോ അന്ധൻ, അടച്ചു കഴിഞ്ഞാൽ അവൻ അന്ധനായി, അവൻ കാണുന്നില്ല. അപ്പം നമുക്കൊക്കെ അന്ധനായി മാറാം. കണ്ണടച്ചാൽ നമ്മൾ അന്ധനായി. ഇവിടെ സൂക്ഷ്മാർത്ഥം എടുക്കരുതേ. സൂക്ഷ്മാർത്ഥം എടുത്തു കഴിഞ്ഞാൽ, അടച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഏറ്റവും കാണുന്നത്, ഇല്ലേ? കണ്ണടയ്ക്കുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ കാണുന്നേ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ജപമൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, തുറന്ന് ജപിച്ചോളൂ, എന്നാലും ഒന്നുമില്ലെങ്കിൽ നമ്മൾ മുമ്പിലുള്ളതല്ലേ കാണുള്ളൂ. ഞാൻ വെച്ചാൽ അടയ്ക്കുമ്പോഴത്തേക്ക് ശത്രുവിനെ കാണും, മിത്രത്തെ കാണും, അവനെ കാണും, അവളെ കാണും, ഒക്കെ പ്രശ്നമാണ്. പലതിനെ കാണും. ഇതൊന്നുമില്ലെങ്കിൽ മുമ്പിലുള്ള കുറച്ചേ കാണുള്ളൂ. വാർത്തെടുക്കരുത്. അല്ലാതെ കണ്ണിലൂടെ കാണുക എന്നുള്ളതില്ല. അപ്പോൾ കണ്ണിലൂടെ കാണുക എന്നുള്ളതില്ല എന്ന് പറഞ്ഞാൽ അന്ധനായി. അടക്കിയിൽ അന്ധൻ. അപ്പോൾ കാണുക എന്ന അറിവോ തന്നുള്ളിൽ മേവും, തന്നുള്ളിൽ മേവുന്നു ഈ കാണുന്ന അറിവ്. അതാണ് താനുള്ളിൽ മേവും അറിവ്. കാണുന്നു കണ്ണിഹ തുറക്കിൽ, അടക്കിൽ അന്ധൻ താനുള്ളിൽ മേവും അറിവിങ്ങു വരായികയാലേ. അപ്പം ഈ അറിവ് ഉള്ളിലുണ്ട്. ഏതൊരറിവാണോ, ഏതൊരു സ്വരൂപമാണോ വൃത്തിജ്ഞാന പ്രക്രിയയിൽ പദാർത്ഥജ്ഞാനത്തിന് കാരണമായി തീരുന്നത്, അഥവാ പദാർത്ഥജ്ഞാനത്തെ ജനിപ്പിക്കുന്നത്, ആ അറിവ് ഉള്ളിലുണ്ട്. പക്ഷെ പുറമെ വരുന്നില്ല. അതാണ് ഇങ്ങ് വരായികയാൽ. ഇങ്ങ് പുറത്ത് നേത്രേന്ദ്രിയം വഴി പുറത്ത് വരാത്തതിനാൽ ഈ അറിവ് ഉള്ളിൽ വിലസുന്നു. ഉള്ളിൽ അറിവുണ്ടെങ്കിലും അവൻ അന്ധനാണ്. എന്തുകൊണ്ട്? ഇന്ദ്രിയം പ്രവർത്തിപ്പിക്കാത്തത് കൊണ്ട്. കാണുന്നു കണ്ണിഹ തുറക്കിൽ, അടക്കിൽ അന്ധൻ താനുള്ളിൽ മേവും അറിവ്. അന്ധൻ താനുള്ളിൽ മേവും അറിവ്. ഉള്ളിൽ മേവുന്നു. എന്തുകൊണ്ട്? ഇങ്ങു വരായികയാലേ. ഇങ്ങ് പുറത്ത് വിഷയജ്ഞാന പ്രക്രിയയിലേക്ക് വരാത്തത് കൊണ്ട് ആ അറിവ് ഉള്ളിൽ തന്നെ മേവുന്നു. ജ്ഞാനം പുറത്തു തനിയേ വരികില്ല. ഈ ജ്ഞാനത്തിനൊരിക്കലും ലോപമില്ല. ഉപനിഷത്ത് ആവർത്തിക്കുന്നുണ്ട്, നഹി ദ്രഷ്ടുർ ദൃഷ്ടേർ വിപരിലോപോ വിദ്യതേ. കാണുന്നവൻ്റെ കാഴ്ചയ്ക്ക് ഒരിക്കലും ലോപമില്ല കേട്ടോ. അവൻ കണ്ടാലും കൊള്ളാം, കണ്ടില്ലെങ്കിലും കൊള്ളാം, കാണുന്നവൻ്റെ കാഴ്ച എപ്പോഴും ഉണ്ട്. കേൾക്കുന്നവൻ്റെ കേൾവി എപ്പോഴും ഉണ്ട്. മണക്കുന്നവൻ്റെ മണക്കുന്നത് എപ്പോഴും ഉണ്ട്. മന്താവിൻ്റെ ആ മന്ത്രഭാവം, മനനം ചെയ്യുന്ന ഭാവം എപ്പോഴും ഉണ്ട്. അത് ഉപാധി വഴി പ്രകാശിക്കുന്നില്ല. ശരി, അപ്പോൾ അതത് ഇന്ദ്രിയത്തിൻ്റെ ലോപം വരുന്നു, സമ്മതിച്ചു. പക്ഷേ അറിവ് എന്നുള്ളത് സദാ ഉള്ളിൽ സ്വരൂപമായി വിളങ്ങുന്നുണ്ട്. പക്ഷേ അത് താനേ കാണില്ല. ജ്ഞാനം പുറത്തു തനിയേ വരികില്ല. ഈ തൻ്റെ സ്വരൂപഭൂതമായ അറിവ് താനേ വെളിക്ക് വരില്ല. പിന്നെ അതിനെന്ത് വേണം? അതിനുപാധി വേണം. അതാണ് കണ്ണു വേണം വരുന്നതിനു. ഈ തന്നുള്ളിൽ വിലസുന്ന അറിവ് ജ്ഞാനമായി പ്രകാശിക്കുന്നതിന് എന്ത് വേണം? കണ്ണ് വേണം. അപ്പോൾ കണ്ണ് വേണം എന്നുള്ളത് അവിടെ ഉപലക്ഷണാർത്ഥത്തിൽ എടുക്കണം. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? ചെവി വേണം, മൂക്ക് വേണം, നാക്ക് വേണം, ത്വക്ക് വേണം, ഇങ്ങനെ എടുക്കണം. അതുകൊണ്ട് കണ്ണ് വേണം എന്നുള്ളത് കണ്ണ് വേണമെന്ന് മാത്രം മനസ്സിലാക്കരുത്. ഇന്ദ്രിയദ്വാരം വേണം, അഥവാ ഇന്ദ്രിയ ഗോളകം വേണം. കുറച്ചും കൂടി ശുദ്ധമായി പറഞ്ഞാൽ ഇന്ദ്രിയം വേണം എന്ന് നമുക്ക് പറയാം.
വരുന്നതിന്. ഏതുപോലെ? കണ്ണിനു കാന്തി പോലെ. ഒരാൾക്ക് കണ്ണുണ്ട്, പക്ഷേ കാന്തി ഇല്ലാച്ചാൽ കാണില്ല. കണ്ണിനെ കാണുക എന്നുള്ള പ്രകാശമാണ് കാന്തി. കണ്ണിന് പ്രകാശമുണ്ടെങ്കിലേ കണ്ണ് പ്രവർത്തിക്കൂ. ഇതുപോലെ പ്രകാശമുണ്ടെങ്കിലേ കണ്ണ് പ്രവർത്തിക്കുള്ളൂ എന്നതുപോലെ ഞാനാകുന്ന ബോധസ്വരൂപന് വിഷയജ്ഞാനം വേണമെങ്കിൽ അതത് ഇന്ദ്രിയദ്വാര അത് പ്രവർത്തിക്കണം. അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ടുള്ളൊരു പ്രക്രിയയിലാണ് ഈ വൃത്തിജ്ഞാനം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷയജ്ഞാനത്തിന് വൃത്തി വേണ്ടതുപോലെ ആത്മജ്ഞാനത്തിനും വേണം. ഇതെല്ലാം ചേർന്നുള്ളൊരു പ്രവർത്തനമാണ് വൃത്തിജ്ഞാന പ്രക്രിയ. അതുകൊണ്ട് കാണുന്നു കണ്ണിഹ തുറക്കിൽ അടക്കിലന്ധൻ താനുള്ളിൽ മേവുമറിവിങ്ങു വരായികയാലേ ജ്ഞാനം പുറത്തു തനിയേ വരികില്ല കണ്ണു വേണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ. വാസ്തവത്തിൽ ഇതൊരു പഠിക്കുന്ന സമയത്ത് ഈ 18-19 ശ്ലോകങ്ങൾ 18-19 ശ്ലോകങ്ങൾ പ്രത്യേകിച്ച് 18 അല്പം കൂടി സൂക്ഷ്മമായി വിചാരം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ 19 വായിക്കുമ്പോൾ ഒരു സമാപ്തി എത്തിയതുപോലൊരു പ്രതീതിയില്ല. ഇത് കഴിഞ്ഞിട്ട് വല്ല ശ്ലോകം ഉണ്ടായിരുന്നോ അറിയില്ല. ഒരു സമാപ്തിയായി എന്നൊരു തോന്നൽ എന്തോ എന്നെ സംബന്ധിച്ച് വരാത്ത പോലെയാണ്. കാരണം വിഷയം അങ്ങ് ഒരു പര്യവസാനിപ്പിക്കാത്ത പോലെ ഒരു തോന്നൽ. നോക്കൂ, കാണുന്നു കണ്ണിഹ തുറക്കിൽ അടക്കിൽ അന്ധൻ താനുള്ളിൽ മേവുമറിവിങ്ങു വരായികയാലേ. അത് വളരെ ശരിയാണ്. ജ്ഞാനം പുറത്തു തനിയേ വരികില്ല കണ്ണു വേണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ. ആശയം പൂർണ്ണമാണ്, അല്ലെന്നല്ല പറയുന്നത്. എന്നാലും എന്തോന്നൊരു ഉപസംഹരിക്കാൻ ബാക്കിയുണ്ടോയെന്നൊരു തോന്നൽ ഇത് വായിക്കുമ്പം വരുന്നുണ്ട്. അപ്പോൾ ഗുരുദേവൻ എഴുതിയതിൽ പൂർത്തിയാക്കാൻ ഇനി വല്ലതും ബാക്കിയുണ്ടായിരുന്നോ? അതല്ല, എഴുതിയതിൽ തന്നെ വല്ല ഭാഗവും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കാരണം ഇത് ആദ്യകാല കൃതികളിൽപ്പെട്ടതാണ്. എന്തു തന്നെ ആയാലും 1900 മുമ്പുള്ള കൃതിയാണിത്. 1900 മുമ്പുള്ള കൃതിയാണ്. 1895 കാലഘട്ടത്തിലൊക്കെ ആയിരിക്കണം ഈ കൃതി എന്നാണ് പലരും ഊഹിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഭാഗം നഷ്ടപ്പെട്ടു പോയോ അറിയില്ല. കാരണം ഗുരുദേവനൊന്നും ആദ്യകാലത്ത് എഴുതി ഭദ്രമായി ബുക്കിൽ എഴുതി വെക്കുന്ന സ്വഭാവമൊന്നുമില്ല. കഷ്ണം കടലാസുകളിൽ എഴുതും, ആരെടുത്തെങ്കിലും കൊടുക്കും, അവർ സൂക്ഷിച്ച് വയ്ക്കും. പിന്നീട് സമാഹരിച്ച സമയത്താണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇത് തന്നെയായാലും വൃത്തിജ്ഞാന പ്രക്രിയയാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ പ്രക്രിയ പറഞ്ഞും കൊണ്ടാണ് അദ്വൈത ദീപിക അവസാനിക്കുന്നത്. ശ്രദ്ധിക്കുക, നോക്കൂ. പേരായിരം പ്രതിഭയായിരമിങ്ങി വറ്റിലാരാലും വിഷയമായിരമാം പ്രപഞ്ചം ഓരായികിൽ നേരിതു കിനാവുണരും വരേക്കും നേരാമുണർന്നളവുണർന്നവനാമശേഷം നേരല്ല ദൃശ്യമിതു ദൃക്കിന നീക്കി നോക്കിൽ വേറല്ല വിശ്വമറിവാം മരുവിൽ പ്രവാഹം കാര്യത്തിൽ നെൽപ്പതിഹ കാരണ സത്തയന്യേ വേറല്ല വീചിയിലിരിപ്പതു വാരിയത്രേ വാസസ്സു തന്തുവിതു പഞ്ഞീതാതിമൂലഭൂത പ്രഘാതമിതുമോർക്കുകിലിപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാധസ്സു പോലെ പരമാവധി ബോധമത്രേ പ്രതിഷ്ഠമാം അറിവിൽ വിശ്വവുമില്ലതിൻ്റെ സത്പിതാമവിദ്യ അതുമില്ല വിളക്കു വന്നാൽ അദ്ദിക്കിലെങ്ങും ഇരുളിലുടനങ്ങു വർത്തിവിട്ടാൽ വിളക്കു പൊലിയൊന്നിരുളും വരുന്നു ആരായികിലീ ഉലകമില്ലിത അവിദ്യ തത്വമോരാതവർക്കിതുലകായി വിലസും ഭ്രമത്താൽ ആരാൽ വിളക്കരികിലില്ല പിശാചിതന്ധകാരം ഭയന്നവനിരുട്ടു പിശാചു പോലെ
ഉണ്ടില്ല എന്നു മുറമാറിയ സത്തു രണ്ടും പ്രതീതമിതനാദിതമസ്വഭാവം രണ്ടും തിരഞ്ഞിടുകിലില്ല അസത്തുരജ്ജു ഖണ്ഡത്തിലില്ലുരകമുള്ളതു രജ്ജു മാത്രം അസ്തി എന്നു സകലോപരി നിൽപ്പതൊന്നേ സത്യം സമസ്തവും അനിത്യമസത്യമാകും മൃത്തിൻ വികാരമിതസത്യമിതിങ്കലൊക്കെ വർത്തിപ്പതോർക്കിലൊരു മൃത്യുതു സത്യമത്രേ അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും വിലസുന്നു മൂന്നും രജ്ജുസ്വരൂപമഹിയോടും ഇതന്തയാർന്നു നിൽക്കുന്നതിന്നിഹ നിദർശനമാമിതോർത്താൽ വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു സർവമസ്വസ്ഥമാകിലും അതിന്ദ്രിയ ദൃശ്യമാകും ദിക്കിൻ ഭ്രമം വിടുകിലും പുനരിങ്ങിവൻ്റെ ദൃക്കിന്നൊതിക്കു പുനരിങ്ങനെ തന്നെ കാണാം സത്യത്തിലില്ലയുലകം സകലം വിവേകവിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൽ നിസ്തർക്കമായി മരുവിലിഹ നീരമെന്നു സിദ്ധിക്കിലും വിലസിടുന്നിതു മുൻപ്രകാരം ജ്ഞാനിക്കു സത്തുലകു ചിത്തു സുഖസ്വരൂപമാനന്ദമല്ല അനൃതമജ്ഞനിതപ്രകാശം കാണുന്നവന്നു സുഖമസ്ഥിതയാർന്ന ഭാനുമാനർക്കനന്ധനിരുളാർന്നൊരു ശൂന്യവസ്തു വിത്തൊന്നു തൻ വിവിധമായി വിലസുന്നിതിങ്കലർത്ഥന്തരം ചെറുതുമില്ല വിശേഷമായി രജ്ജുസ്വരൂപമറിയാതിരുളാൽ വിവർത്ത സർപ്പം നിനക്കിലിതു രജ്ജുവിൽ നിന്നു വേറോ ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല വിശേഷമത്രേ വേറാകുമീ അവയവങ്ങളുമേവമങ്ങോട്ടാരായികിലില്ല അഖിലവും നിജബോധമാത്രം നൂലാട തന്നിലുദകം നുര തന്നിലേവം ഹാലോകമാകെ മറയുന്നൊരവിദ്യയാലേ വിഷയമായിതു തൻ്റെ കാര്യജാലത്തോടും മറകിലുണ്ടറിവൊന്നു മാത്രം ആനന്ദമസ്തി അതു ഭാതി അതൊന്നു തന്നെ താനന്യമോർക്കിലതു നാസ്തിന ഭാതി സർവം കാനൽ ജലം ഗഗന നീലമസത്യമഭ്രസൂനം നിനക്കിൽ ഗഗനം പരമാർത്ഥമാകും ആത്മാവിലില്ലയൊരഹങ്കൃതി യോഗി പോലെ താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ചു വിഹരിച്ചിടുമിങ്ങു യോഗി അജ്ഞാന സംശയ വിപര്യയമാത്മതത്വജിജ്ഞാസുവിന്നു ദൃഢബോധനിതില്ലതെല്ലും സർപ്പപ്രതീതി ഭണിയോ കയറോ ഇതെന്ന തർക്കം ഭ്രമം കയറു കാൺകിലതില്ലതെല്ലും മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി മുന്നിൽ നിന്നിടും ആവരണമാം തിര നീക്കിടുന്നു കാണുമറിവും പ്രഭതന്റെ പിൻപോയി കണ്ണെന്ന പോലറിവ് കാണുകയില്ല താനേ കാണുന്നു കണ്ണിഹ തുറക്കിലടക്കിലന്ധൻ താനുള്ളിൽ മേവുമറിവിങ്ങു വരായികയാലേ പുറത്തു തനിയെ വരികില്ല കണ്ണു വേണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ. ഈ 18-19 ശ്ലോകങ്ങൾ 4 ശേഷം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതിസുന്ദരായിരിക്കും. 4-ാം ശ്ലോകത്തിന് ശേഷം ഈ 18 നമുക്ക് അധികാരമില്ല അങ്ങനെ ചെയ്യാൻ. നമുക്ക് അധികാരമില്ല, കാരണം ഗുരുദേവകൃതികൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഉള്ളതുപോലെയാണ്. പക്ഷെ എന്തോ കടലാസുകളിൽ എഴുതിയെടുത്തപ്പോഴോ എന്തോ ആ 4-ന് ശേഷം ഈ 2ഉം വന്നാൽ ക്ഷണയുക്തമായിട്ട് നമുക്ക് പറയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സർപ്പപ്രതീതി ഭണിയോ കയറോ ഇതെന്ന തർക്കം ഭ്രമം കയറു കാൺകിലതില്ലതെല്ലും എന്നുള്ളതെല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ വിജ്ഞാനിക്ക് പിന്നെ യാതൊരു ഭ്രമവും ഇല്ല എന്നുള്ള ആ പരമ പ്രഖ്യാപനത്തിൽ ഗ്രന്ഥം നിൽക്കുകയും ചെയ്യും. ഒരഭിപ്രായം മാത്രം, നമുക്കത് മാറ്റാൻ അധികാരമില്ല.